പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. ജെ.എസ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വൈകിയതിൽ നടപടിയുമായി സർക്കാർ. അന്വേഷണം നടത്താൻ ആഭ്യന്തര സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സമ്പൂർണ്ണ കേസ് വിവരങ്ങൾ ഉൾപ്പെട്ട പെർഫോമ റിപ്പോർട്ട് കേന്ദ്രത്തിന് ഇമെയിൽ വഴി കൈമാറി. സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി നേരിട്ടെത്തിയും റിപ്പോർട്ട് നൽകും. തങ്ങളുടെ വായ മൂടിക്കെട്ടാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചതെന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം ആരോപിച്ചു. CBI അന്വേഷണത്തിന് മാർച്ച് 9 സർക്കാർ വിജ്ഞാപനമിറക്കിയെങ്കിലും കേസ് സംബന്ധിച്ച പെർഫോമ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറാത്തതാണ് പ്രധാന വീഴ്ച. കുടുംബവും പ്രതിപക്ഷവും ആരോപണം ഉന്നയിച്ചതോടെയാണ് മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പെർഫോമ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറാൻ സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പിയെ ചുമതലപ്പെടുത്തിയതിന് പിന്നാലെ റിപ്പോർട്ട് ഇമെയിൽ വഴി സർക്കാർ CBIക്ക് കൈമാറി. അന്വേഷണം വേഗത്തിലാക്കാൻ പിന്തുണ അഭ്യർത്ഥിച്ച സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് പ്രതിപക്ഷ നേതാവിനെ കണ്ടു. അതിന് പെട്ടെന്നൊരു തടയിടേണ്ടത് മുഖ്യമന്ത്രിക്ക് ആവശ്യമായിരുന്നു. എനിക്കതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ മണ്ടനായിപ്പോയി. എൻ്റെ വായും എൻ്റെ കുടുംബത്തിൻ്റെ വായും അങ്ങ് അടച്ചു വെച്ചു. ഒരാഴ്ച അവർക്ക് മതിയായിരുന്നു. ഞാൻ മിണ്ടാതിരുന്ന ഒരാഴ്ച അവർ മാക്സിമം ചെയ്യേണ്ടതെല്ലാം ചെയ്തു. തെളിവ് നശിപ്പിക്കേണ്ടത് നശിപ്പിച്ചു. എല്ലാം ചെയ്തു. എല്ലാവരും വാ മൂടിക്കെട്ടി. അതാണ് ചെയ്യേണ്ടത്. അവർക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും വാ മൂടിക്കെട്ടണം. പ്രത്യേകിച്ച് ഇലക്ഷൻ കൂടെ വരികയാണ്. അത് അത്യാവശ്യമാണ് എല്ലാവരെയും വാ മൂടിക്കെട്ടാനായിട്ട്. കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായി സിദ്ധാർത്ഥന്റെ കുടുംബം നടത്തുന്ന പോരാട്ടത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ്. അപ്പോൾ അദ്ദേഹത്തിനുള്ള ഉത്കണ്ഠ പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠയോടൊപ്പം നിൽക്കും. ഈ കേസിൽ ഭംഗിയായി അന്വേഷണം നടത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ആ കുടുംബത്തോടൊപ്പം ഞങ്ങൾ നിൽക്കും എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. CBI അന്വേഷണം ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞങ്ങൾ സ്വീകരിക്കും. അന്വേഷണത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകില്ലെന്ന് ഗവർണറും ഉറപ്പ് നൽകി. So I have already assured them that it will be ensured that nobody is allowed to interfere with the proceedings of the inquiry committee. പൂക്കോട് സർവകലാശാലയിലെ പുതിയ വൈസ് ചാൻസലറെ ഗവർണർ ഉടൻ നിയമിക്കും. പ്രൊഫസർ PC ശശീന്ദ്രനാഥ് രാജിവെച്ചതോടെയാണ് പുതിയ VC നിയമനം. 24 തിരുവനന്തപുരം. മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജി ഡൽഹി ഹൈക്കോടതി നാളെ പരിഗണിക്കും. അറസ്റ്റിനെതിരെ AAP പ്രവർത്തകർ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് BJPയും പ്രതിഷേധം ശക്തമാക്കി. അഴിമതിക്കാരനെ ജയിലിൽ കിടന്ന് ഭരിക്കാൻ അനുവദിക്കില്ലെന്ന് BJP നേതാവ് ഹർഷവർദ്ധൻ 24നോട് പറഞ്ഞു. ED കസ്റ്റഡിയിൽ നിന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ഉത്തരവിറക്കി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്ത് സമർപ്പിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയാണ് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുക. പ്രധാനമന്ത്രിയുടെ വസതി വളയാനുള്ള ആഹ്വാനം ഏറ്റെടുത്ത് പഞ്ചാബിൽ നിന്നടക്കം എത്തിയ ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ ഡൽഹി പട്ടേൽ ചൌക്ക് മെട്രോ സ്റ്റേഷന് സമീപത്തു നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സ്ത്രീകളടക്കമുള്ള പ്രതിഷേധക്കാരെ പോലീസ് വലിച്ചിഴച്ചു. പ്രതിഷേധത്തോടനുബന്ധിച്ച് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചും മെട്രോ സ്റ്റേഷനുകൾ അടച്ചും പോലീസ് പ്രതിരോധം തീർത്തു. കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് BJP പ്രതിഷേധം ശക്തമാക്കി. അഴിമതിക്കാരനായി മുഖ്യമന്ത്രിയെ ജയിലിൽ നിന്നും ഭരിക്കാൻ അനുവദിക്കില്ലെന്ന് ഹർഷവർദ്ധൻ 24നോട്. ED ആസ്ഥാനത്തെ ലോക്കപ്പിൽ നിന്നും ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി എങ്ങനെ ജലവിതരണം ഊർജിതമാക്കാൻ ആവശ്യപ്പെട്ട ഉത്തരവിറക്കിയെന്നതിൽ അന്വേഷണം നടക്കുന്നതിനിടെ അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ഉത്തരവിറക്കി. മൊഹല്ല ക്ലിനിക്കുകളിൽ സൗജന്യ പരിശോധനകളും മരുന്നും ഉറപ്പാക്കണമെന്ന നിർദ്ദേശം നൽകുന്ന ഉത്തരവ് മന്ത്രി സൗരഭ് ഭരദ്വാജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ED കസ്റ്റഡിയിൽ പോലും കെജ്രിവാൾ ഡൽഹിയിലെ ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെന്ന് സൗരഭ് ഭരദ്വാജ് പറഞ്ഞു. 24 ഡൽഹി. ചൈനീസ് പൗരന്മാർക്ക് വീസ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ കാർത്തി ചിദംബരത്തിനെതിരെ ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടെന്ന് ED കുറ്റപത്രം. ദേശീയ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാകുന്ന കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കവിതയെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ചൈനീസ് പൗരന്മാർക്ക് വിസ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ കാർത്തി ചിദംബരത്തിനെതിരെ ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടെന്നാണ് EDയുടെ വാദം. പിതാവ് P ചിദംബരം ആഭ്യന്തരമന്ത്രിയായിരിക്കെ നടന്നത് ദേശീയ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാകുന്ന കള്ളപ്പണ ഇടപാടാണെന്നും ED പ്രത്യേക കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നു. കാർത്തി ചിദംബരം അടുത്ത സഹായി മുഖേന 50 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് ED ആരോപണം. കേസിൽ ഏപ്രിൽ 15 കാർത്തിയും മുൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് S ഭാസ്കർ രാമനും ഉൾപ്പെടെ 6 പേരോട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസിൽ CBI രജിസ്റ്റർ ചെയ്ത FIRന്റെ അടിസ്ഥാനത്തിലാണ് EDയും അന്വേഷണം ആരംഭിച്ചത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കവിതയെ റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയ ED കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് അറിയിച്ചു.
ഏപ്രിൽ 9 വരെയാണ് കവിതയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കെ കവിത പ്രതികരിച്ചു. ഇടക്കാല ജാമ്യം തേടി കവിത നൽകിയ അപേക്ഷ ഏപ്രിൽ 1 പരിഗണിക്കും. മദ്യനയ അഴിമതിയിൽ അരവിന്ദ് കെജ്രിവാളിനും കെ കവിതയ്ക്കും നേരിട്ട് ബന്ധമുണ്ടെന്നാണ് ഇഡിയുടെ ആരോപണം. 24 ഡൽഹി. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ കയ്യാങ്കളി വാർത്ത നിഷേധിച്ച് CPIM ജില്ലാ നേതൃത്വം. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചകൾ മാത്രമാണ് നടന്നതെന്നും മറ്റെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നുമാണ് ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ പ്രതികരണം. യോഗത്തിൽ പങ്കെടുത്ത മന്ത്രി VN വാസവൻ സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകി. പ്രശ്നപരിഹാരത്തിനായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ടെത്തും. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് റാലിയുമായി ബന്ധപ്പെട്ട സമയക്രമത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ CITU സംസ്ഥാന സെക്രട്ടറി PB ഹർഷകുമാർ മുൻ MLA പത്മകുമാറിനെ പിടിച്ചു തള്ളിയെന്നാണ് വാർത്ത. മന്ത്രി VN വാസവൻ പങ്കെടുത്ത യോഗത്തിനു ശേഷമായിരുന്നു കയ്യാങ്കളി. വാർത്ത പുറത്തുവന്നതോടെ CPIM ജില്ലാ നേതൃത്വം ഇത് നിഷേധിച്ചു. മാധ്യമങ്ങൾ വളരെ ബോധപൂർവമായി സൃഷ്ടിച്ച വ്യാജ വാർത്തയാണ്. അടിസ്ഥാനരഹിതമായ വാർത്ത ജനങ്ങൾ തള്ളിക്കളയണമെന്നാണ് എനിക്ക് പ്രതികരിക്കാനുള്ളത്. മാധ്യമങ്ങൾ വ്യാജവാർത്ത നൽകുന്നത് ഇതാദ്യമായല്ലെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. കയ്യാങ്കളി സംഭവം മന്ത്രി VN വാസവനും നിഷേധിച്ചു. അവിടെ ആകെ ഒരു തർക്കം വേണമെങ്കിൽ പറയാവുന്ന ഈ മീറ്റിംഗ് വെക്കുന്നതിനെ സംബന്ധിച്ച സമയത്തിന്റെ കാര്യത്തിൽ ഹർഷനും പത്മകുമാറും തമ്മിൽ അന്യോന്യം അത് 3 മണിക്ക് വേണമെന്നും 5 മണിക്ക് വേണമെന്നും രാവിലെ വേണമെന്നും ഒരു തർക്കപ്രശ്നം ഉന്നയിച്ച് വേണമെങ്കിൽ അത് സ്വരം കൂട്ടിയായിരിക്കും. അതല്ലാതെ ഒരാളും അവിടെ കയ്യാങ്കളി നടത്തുകയോ മറ്റേതെങ്കിലും സംഭവങ്ങളോ ഉണ്ടായിരുന്നു. ഒരു വാർത്ത അത് ബോധപൂർവ്വം ആരോ സൃഷ്ടിച്ചാണ്. അതേസമയം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ അനിഷ്ട സംഭവങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രി VN വാസവൻ നേതൃത്വത്തെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ തൽക്കാലം നടപടി വേണ്ടെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. പ്രശ്നപരിഹാരത്തിനായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടുത്ത ദിവസം പത്തനംതിട്ടയിൽ എത്തും. 24 പത്തനംതിട്ട. അമേരിക്കയിലെ ബാൾട്ടിമോറിൽ ചരക്കു കപ്പലിടിച്ച് പാലം തകർന്ന് നദിയിൽ പതിച്ചു. 20 പേർ നദിയിൽ പതിച്ചുവെന്നാണ് പ്രാഥമിക വിവരം. വർഷങ്ങൾ പഴക്കമുള്ള ഫ്രാൻസിസ് സ്കൗട്ട് കീ പാലമാണ് തകർന്നത്. നദിയിൽ വീണവർക്കായി തെരച്ചിൽ തുടരുകയാണ്. പ്രാദേശിക സമയം പുലർച്ചെ 1:30 അപകടം. ബാൾട്ടിമോറിലെ പറ്റാസ്കോ നദിക്ക് കുറുകെയുള്ള ഫ്രാൻസിസ് സ്കോട്ട് കീ പാലത്തിൽ കൂറ്റൻ ചരക്ക് കപ്പൽ വന്നിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ പാലത്തിൽ നിന്ന് തീ ഉയർന്നു. തുടർന്ന് 3 കിലോമീറ്ററോളം നീളമുള്ള പാലം തകർന്ന് നദിയിൽ പതിച്ചു. 20 ജീവനക്കാരും നിരവധി വാഹനങ്ങളും നദിയിലേക്ക് വീണതായാണ് വിവരം. കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ബാൾട്ടിമോർ പോലീസ് അറിയിച്ചു. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുന്നു. ചരക്കുകപ്പലിൽ സിംഗപ്പൂർ പതാകയുണ്ടെങ്കിലും കപ്പൽ ആരുടെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. അപകടത്തെ തുടർന്ന് ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചതായി മെരിലാൻഡ് ഗതാഗത വകുപ്പ് അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേക സെഗ്മെന്റിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് മുന്നണികളുടെ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. ഇന്ത്യ മുന്നണി വന്നാൽ പൗരത്വ നിയമം പിൻവലിക്കുമെന്ന് AK ആന്റണി പറഞ്ഞു. പൗരത്വ നിയമത്തിന്റെ പേരിൽ LDFും UDFും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. പൗരത്വ നിയമ ഭേദഗതി വരാനിരിക്കുന്ന ആപത്തുകളുടെ തുടക്കമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ പ്രതികരണം. പത്തനംതിട്ടയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുമോ എന്ന ചോദ്യത്തിന് ആരോഗ്യസ്ഥിതി പോലെ ഇരിക്കുമെന്ന് AK ആന്റണിയുടെ മറുപടി. എൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിരിക്കും. അപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ ഞാൻ തിരുവനന്തപുരത്തെ KPCC ആഫീസ് കേന്ദ്രീകരിച്ചിട്ടാണ് എൻ്റെ പ്രചരണം നടത്തിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ നിരാശരാക്കിയെന്ന് കുറ്റപ്പെടുത്തിയ BJP അധ്യക്ഷൻ K സുരേന്ദ്രൻ പൗരത്വ നിയമ ഭേദഗതിയിൽ LDFിന്റേതും UDFിന്റേതും തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനമെന്ന് വിമർശിച്ചു. രാഹുൽജിക്ക് കഴിഞ്ഞ തവണ 2019 വലിയ വിശ്വാസം വയനാട്ടുകാർ നൽകി. ഇത്രയധികം വോട്ട് കൊടുത്ത് അദ്ദേഹത്തെ ജയിപ്പിച്ചു. അന്ന് വോട്ടർമാർ വിചാരിച്ചത് പാവപ്പെട്ടവരാണ്, ആദിവാസികളാണ്, കർഷകരാണ്, കർഷക തൊഴിലാളികളാണ്, സാധാരണ മനുഷ്യരാണ്, ഞങ്ങളെ സഹായിക്കാൻ രാഹുൽജി ഉണ്ടാവുന്നായിരുന്നു. അദ്ദേഹത്തെ എവിടെയും കാണാനില്ല.
ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിനെതിരെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയച്ചു. കേരളത്തിൽ പരാജയപ്പെടുത്തേണ്ടത് കോൺഗ്രസ് BJP കൂട്ടുകെട്ടിനെയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രതികരിച്ചു. അതേസമയം വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെയുള്ള കോവിഡ് കള്ളി പരാമർശത്തിൽ LDF തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വ്യാപകമായി ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുന്നതായി ചൂണ്ടിക്കാട്ടി ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ അടിത്തറ വിപുലമാക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കി BJPയും കോൺഗ്രസും. ഹിമാചലിൽ അയോഗ്യരാക്കപ്പെട്ട കോൺഗ്രസിന്റേതടക്കമുള്ള മുൻ MLA-മാർക്ക് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ BJP സീറ്റ് നൽകി. വരുൺ ഗാന്ധിയെ പാർട്ടിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസും ശക്തമാക്കി. പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കളെയും സ്ഥാനാർത്ഥികളെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ആത്മവിശ്വാസം പരസ്യമായി പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അടിയൊഴുക്കുകൾ പ്രവചനാതീതമാണെന്ന് രാഷ്ട്രീയ പാർട്ടികൾ കരുതുന്നു. BJP സാധ്യമായ എല്ലാവരുടെയും പിന്തുണ ആർജിക്കുക എന്നതാണ് ഇതിന്റെ ഭാഗമായി ലക്ഷ്യമിടുന്നത്. ഹിമാചലിൽ അയോഗ്യരാക്കപ്പെട്ട മുൻ കോൺഗ്രസ് MLA-മാർക്ക് BJP നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് കൂടുതൽ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കൂറുമാറി BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതിനെ തുടർന്നാണ് കോൺഗ്രസ് MLA-മാരടക്കം 6 MLA-മാർ അയോഗ്യരാക്കപ്പെട്ടത്. നിലവിൽ കോൺഗ്രസിന് സ്പീക്കർ ഉൾപ്പെടെ 34 അംഗങ്ങളും BJPക്ക് 25 MLA-മാരുമാണ് ഹിമാചൽ പ്രദേശിലുള്ളത്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഗുജറാത്ത്, കർണാടക, ബംഗാൾ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെയും BJP ഇന്ന് പ്രഖ്യാപിച്ചു. 3 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇന്നുണ്ടായി. മറുവശത്ത് സീറ്റ് കിട്ടാതെ അതൃപ്തനായി കഴിയുന്ന വരുൺ ഗാന്ധിയെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ കോൺഗ്രസും നീക്കം തുടങ്ങി. വരുൺ ഗാന്ധിക്ക് കോൺഗ്രസിലേക്ക് കടന്നുവരാൻ വിലക്കുകളൊന്നുമില്ലെന്ന് ഇന്ന് കോൺഗ്രസ് നേതൃത്വം സൂചിപ്പിച്ചു. പാർട്ടിയുടെ നേതാക്കളെയും സ്ഥാനാർത്ഥികളെയും ഇന്ത്യ മുന്നണി വ്യക്തിഹത്യ നടത്തുകയാണെന്ന വിമർശനം BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഉന്നയിച്ചു. BJP നേതൃസംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിൽ സന്ദർശിച്ചാണ് പരാതി കൈമാറിയത്. പശ്ചിമബംഗാളിൽ മികച്ച വിജയം ഉറപ്പാക്കാനുള്ള നീക്കങ്ങളും BJP ഇതിനിടെ ആരംഭിച്ചു. സന്ദേശ് സമരങ്ങളിലെ മുന്നണി നേതാവ് രേഖാ പത്രയെ പ്രധാനമന്ത്രി ഇന്ന് ഫോണിൽ നേരിട്ട് വിളിച്ച് വിജയമുറപ്പിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകി. രേഖാ പത്രയാണ് ബഷീർഘട്ടിൽ BJP സ്ഥാനാർത്ഥി. രാജ്യത്ത് രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് മറ്റന്നാളാണ്. അതിനു പിന്നാലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി മാറ്റങ്ങൾ വേണ്ട വിധത്തിൽ പ്രചരണ പരിപാടികൾ തയ്യാറാക്കാനാണ് BJP ദേശീയ നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം. ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ ജിജീന്ദ്രനൊപ്പം R രാധാകൃഷ്ണൻ, 24. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ കൂപ്പൺ പിരിക്കാൻ KPCC നിർദ്ദേശം. സ്വന്തം നിലയിൽ പണം കണ്ടെത്താൻ PCCകൾക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് തീരുമാനം. എന്നാൽ ഈ തീരുമാനം തിരിച്ചടിയാകുമെന്നാണ് വിവിധ സംസ്ഥാന ഘടകങ്ങളുടെ വിലയിരുത്തൽ. BJPയും CPIMും ഇറക്കുന്നത് പോലെ പണം ഇറക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. സാമ്പത്തിക പ്രതിസന്ധി മൂലം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പിന്നിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. സാധാരണഗതിയിൽ 3 ഘട്ടമായി ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥികൾക്ക് സഹായം നൽകിയിരുന്നു. പ്രചരണ സാമഗ്രി തയ്യാറാക്കൽ, സ്ഥാനാർത്ഥികളുടെ പര്യടനം, നേതാക്കളുടെ പര്യടനം എന്നിവയ്ക്ക് വേണ്ടിയായിരുന്നു പണം നൽകിയിരുന്നത്. എന്നാൽ ഇത്തവണ ഇതുവരെയും ആദ്യഘട്ട പണം പോലും ലഭിച്ചിട്ടില്ല. ദേശീയ നേതൃത്വം സാമ്പത്തിക പ്രതിസന്ധി തുറന്നു സമ്മതിച്ചതോടെയാണ് KPCC സ്വന്തം വഴി തേടുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പിരിവ് തിരിച്ചടിയാകുമെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടെങ്കിലും മറ്റു മാർഗങ്ങളില്ല എന്നാണ് നേതാക്കളുടെ നിലപാട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വീട് കയറുന്നതിനൊപ്പം പണപ്പിരിവ് കൂടി നടത്താമെന്നാണ് നിലവിലെ തീരുമാനം. ഇതെല്ലാം ജനങ്ങൾക്കറിയാം. അവർ സഹായിക്കും, അവർ വോട്ട് ചെയ്ത് ഞങ്ങളെ സഹായിക്കും, അവർ സാമ്പത്തിക സഹായം നൽകിയും ഞങ്ങളെ സഹായിക്കും. ക്രൗഡ് ഫണ്ടിങ് വേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞങ്ങളത് ക്രൗഡ് ഫണ്ടിങ് നടത്തും. നിലവിൽ സ്ഥാനാർത്ഥികൾ സ്വന്തം നിലയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ഏകോപിപ്പിക്കുന്നത്. സമീപകാലത്ത് K കരുണാകരൻ മന്ദിരം, INTUC ഫണ്ട് എന്നിവയ്ക്കാണ് കോൺഗ്രസ് പിരിവ് നടത്തിയത്. സമരാഗ്നി പര്യടനത്തിനായി ഓരോ മണ്ഡലം കമ്മിറ്റിയും ഓരോ ലക്ഷം രൂപ സമാഹരിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇത് കാര്യക്ഷമമായി നടക്കാത്ത പശ്ചാത്തലത്തിലാണ് കൂപ്പൺ അടിച്ച് പിരിവ് നടത്താമെന്ന തീരുമാനത്തിലെത്തിയത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിനായുള്ള കൂപ്പണുകൾ ബൂത്ത് തലങ്ങളിലെത്തും. 24 തിരുവനന്തപുരം. റഷ്യൻ മനുഷ്യക്കടത്തിനിരയായി യുദ്ധഭൂമിയിൽ കുടുങ്ങിയ 2 മലയാളികൾ ഇന്ത്യൻ എംബസിയിലെത്തി. തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശി പ്രിൻസ് സെബാസ്റ്റ്യൻ, പൂവാർ സ്വദേശി ഡേവിഡ് മുത്തപ്പൻ എന്നിവരാണ് മോസ്കോയിലെ എംബസിയിലെത്തിയത്. താത്കാലിക യാത്രാരേഖ വഴി ഇവരെ നാട്ടിലെത്തിക്കാനാണ് ശ്രമം. എംബസിയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ നമ്മള്. അപ്പോൾ നമ്മളത് പേപ്പറൊക്കെ വാങ്ങിച്ചു കേട്ടോ. പേപ്പറും ഫോട്ടോ അതൊക്കെ വാങ്ങിച്ചായിരുന്നു. നമ്മൾ ഫോമൊക്കെ പൂരിച്ച് കൊടുത്തിട്ടുണ്ട്. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, സന്തോഷകരമായ വാർത്തയാണ്. ഇവരുടെയൊക്കെ വിവരങ്ങൾ മാധ്യമങ്ങൾ പുറം ലോകത്തെ അറിയിച്ചിരുന്നു. പരുക്കേറ്റിട്ടുണ്ട് എന്നതുള്ളതടക്കമുള്ള വിവരങ്ങൾ. ഇപ്പോൾ ഇവർക്ക് ഇങ്ങോട്ടേക്ക് തിരികെ എത്താനുള്ള വഴി തെളിഞ്ഞു എന്നുള്ളതാണോ? മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്താണ്?
അനുജ, റഷ്യൻ മനുഷ്യക്കടത്തിൽ കുടുങ്ങിയ മലയാളികൾക്ക് തിരികെ നാട്ടിലെത്താനുള്ള വഴി തെളിയുന്നു എന്നതാണ് നമുക്ക് ഈ മണിക്കൂറിൽ ലഭ്യമാകുന്ന വിവരം. 5 തെങ്ങിൽ നിന്ന് 3 യുവാക്കളാണ് റഷ്യൻ മനുഷ്യക്കടത്തിൽ അകപ്പെട്ടത്. ഇതിൽ പ്രിൻസ് സെബാസ്റ്റ്യൻ ആണ് ഈ മോസ്കോയിലെ ഇന്ത്യൻ എംബസിയിലെത്തിയ ഒരാൾ. മറ്റൊരാൾ പൂവാർ സ്വദേശിയായ ഡേവിഡ് മുത്തപ്പനാണ്. ഇവർ രണ്ടുപേരും ഇന്ന് ഇന്ത്യൻ എംബസിയിലെത്തി യാത്രാരേഖകൾ അടക്കം നൽകിയിട്ടുണ്ട്. ഇവരുടെ പാസ്പോർട്ട് അടക്കം നേരത്തെ തന്നെ പിടിച്ചു വച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താൽക്കാലിക യാത്രാരേഖകൾ ഉപയോഗിച്ച് ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇന്ത്യൻ എംബസിയിലെത്തി ഇവർ നാട്ടിലേക്ക് വരാനുള്ള അപേക്ഷകൾ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. പ്രിൻസ് സെബാസ്റ്റ്യൻ നേരത്തെ ആ കാര്യം തന്നെയാണ് 24-നോട് പ്രതികരിച്ചത്. ഈ പൂവാർ സ്വദേശിയായ ഡേവിഡ് മുത്തപ്പനാണ് ഈ 3 പേരെ കൂടാതെ ഈ റഷ്യൻ മനുഷ്യക്കടത്തിൽ ഉൾപ്പെട്ട മറ്റൊരാൾ. ഇദ്ദേഹവും നിലവിൽ ഇന്ത്യൻ എംബസിയിൽ ബന്ധപ്പെട്ട യാത്രാരേഖകൾക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ അഞ്ചുതെങ്ങ് സ്വദേശിയായ ടിനു പനിയടിമ ഒപ്പം വിനി സിൽവ ഇവർ രണ്ടുപേരും നിലവിൽ യുദ്ധഭൂമിയിലാണ് എന്നതാണ് മനസ്സിലാക്കുന്ന കാര്യം. ഇവരെ കണ്ടെത്താനോ ഇവരുമായി ആശയവിനിമയം നടത്താനോ ഇതുവരെയും സാധിച്ചിട്ടില്ല. എത്രയും വേഗം ഇവരെയും കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റ് രണ്ടുപേരെയും എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. റഷ്യൻ യുദ്ധഭൂമിയിൽ കുടുങ്ങിയ 2 മലയാളികൾ നാട്ടിലെത്താനുള്ള വഴി തെളിഞ്ഞു. മറ്റുള്ളവർക്കായി അതേ രീതിയിലുള്ള പ്രക്രിയ തുടരുമെന്നുള്ള വിവരമാണ് ലഭിച്ചത്. വയനാട്ടിൽ ആദിവാസികൾക്ക് പതിച്ചു നൽകിയ ഭൂമിയിൽ അനധികൃത മരം മുറി. സുഗന്ധഗിരി ചെന്നായ്ക്കവലയിലാണ് 50ഓളം വൻമരങ്ങൾ മുറിച്ചത്. കടത്തിക്കൊണ്ടുപോയ 30 മരത്തടികളും ലോറിയും വനംവകുപ്പ് പിടിച്ചെടുത്തു. 6 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. ആയിരത്തി 1986 സുഗന്ധഗിരി കാർഡമം പ്രൊജക്ടിന്റെ ഭാഗമായി ആദിവാസികൾക്ക് പതിച്ചുകൊടുത്ത ഭൂമിയിലാണ് മരം മുറി. നിലവിലുള്ള പരിശോധനയിൽ 50-ലേറെ മരങ്ങൾ മുറിച്ചതായി കണ്ടെത്തി. ആദിവാസികളുടെ വീടുകൾക്ക് ഭീഷണിയായ മരങ്ങൾ മുറിക്കാൻ അനുമതിയുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് മരം മുറിച്ചതെന്ന് വനംവകുപ്പിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. വെൺതേക്ക്, ഐനി, പാല, ആഫ്രിക്കൻ ചോല തുടങ്ങിയ മരങ്ങളാണ് മുറിച്ചു കടത്തിയത്. കടത്തിക്കൊണ്ടുപോയ 30 മരങ്ങളുടെ തടികൾ വനംവകുപ്പ് കണ്ടെടുത്തു. കൊണ്ടുപോകാൻ ഉപയോഗിച്ച ലോറിയും പിടിച്ചെടുത്തിട്ടുണ്ട്. 6 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 4 വയനാട് സ്വദേശികളും 2 കോഴിക്കോട് സ്വദേശികളുമാണ് പ്രതികൾ. 3000-ഓളം ഏക്കറിൽ മരങ്ങൾ മുറിച്ചു കടത്തിയതായാണ് കണ്ടെത്തൽ. വനം വകുപ്പിന്റെ പരിശോധന തുടരുകയാണ്. അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. ഇപ്പോൾ വരുന്നൊരു വാർത്ത. ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസുവുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണം സംബന്ധിച്ച വിവരങ്ങൾ തേടി. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, ഡോക്ടർ സരസുവുമായി പ്രത്യേകമായി സംസാരിക്കാനുള്ള സാഹചര്യം എന്താണ്? അനുജ, വിവിധ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട BJPയുടെ വനിതാ സ്ഥാനാർത്ഥികളെ പ്രധാനമന്ത്രി ഇന്ന് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ആലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി TN സരസുവുമായി പ്രധാനമന്ത്രി ഫോണിൽ സംസാരിച്ചത്. പ്രധാനമന്ത്രി മണ്ഡലത്തിലെ പ്രചരണം എങ്ങനെ മുന്നോട്ട് പോകുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ സരസുവുമായി പ്രധാനമന്ത്രി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സഹകരണ ബാങ്കിലെ അഴിമതി കേസിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കുന്നംകുളം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ അത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ AC മൊയ്തീൻ, കഴിഞ്ഞ തവണ AC മൊയ്തീനെ ഈ കരുവന്നൂർ കേസിൽ ED ചോദ്യം ചെയ്തൊരു പശ്ചാത്തലമെല്ലാം ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട കേസുകളിൽ തന്നെയാണ് പ്രധാനമന്ത്രി ഈ ഫോണിൽ സരസുവുമായി സംസാരിക്കവേ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളടക്കം ED ഇനിയുള്ള ദിവസങ്ങളിൽ കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഒരുപക്ഷെ ശക്തമായ നടപടിയിൽ കടക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നത് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട BJPയുടെ നേതാക്കളെ അടക്കം പ്രധാനമന്ത്രി ഫോണിൽ സംസാരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സരസുവുമായി. ആലത്തൂരിലെ സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസുവുമായി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചു. സഹകരണ അഴിമതിയിൽ നടപടിയുണ്ടാകുമെന്ന ഉറപ്പാണ് നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നത്. JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം വൈകിപ്പിച്ചതിൽ നടപടിയുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പെർഫോമ റിപ്പോർട്ട് CBIക്ക് കൈമാറുന്നതിൽ വീഴ്ച സംഭവിച്ചതിന് ആഭ്യന്തര വകുപ്പിലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ 3 പേരെയാണ്, ഡെപ്യൂട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, നേരത്തെ മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ആഭ്യന്തര സെക്രട്ടറി അന്വേഷിക്കണമെന്നുള്ളതാണ്. നടപടി വേണം എന്നുള്ള കർക്കശമായ നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നു. വിവരങ്ങൾ. അനുജ, നടപടിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിരുന്നു. അതായത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി സംസ്ഥാന സർക്കാരിന് വലിയ തലവേദനയായ ഒരു വിഷയം.
ആ വിഷയത്തിൽ CBI അന്വേഷണത്തിന് നിർദ്ദേശം നൽകുന്നു. എന്നാൽ വിജ്ഞാപനം ഇറങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയപ്പോൾ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് സർക്കാരിന്റെ ഇക്കാര്യത്തിലെ പ്രാഥമിക വിലയിരുത്തൽ. ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ പെട്ടെന്ന് പെർഫോമ റിപ്പോർട്ട് കൂടി അറ്റാച്ച് ചെയ്ത് CBI അന്വേഷണം ആരംഭിക്കാനുള്ള നടപടികൾ തുടങ്ങാനും അതേസമയം തന്നെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം അന്വേഷിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. ആഭ്യന്തര സെക്രട്ടറിയുടെ ആദ്യഘട്ട അന്വേഷണത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് M സെക്ഷനിലെ 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ആഭ്യന്തര വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറി പ്രശാന്ത, സെക്ഷൻ ഓഫീസർ ബിന്ദു, സെക്ഷൻ ഓഫീസർ അസിസ്റ്റന്റ് അഞ്ജു എന്നിവരെയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇക്കാര്യത്തിൽ വളരെ വിശദമായ ഒരു അന്വേഷണത്തിന് സർക്കാർ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങുമെന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. ഏതായാലും പെർഫോമ റിപ്പോർട്ട് അല്പസമയം മുൻപാണ് ഇമെയിൽ വഴി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയത്. ഈ വിഷയം സംസ്ഥാന സർക്കാരിന് വലിയ തലവേദനയായി എന്നുള്ളൊരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലുള്ളതാണ് കർശനമായ. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായതും അതിൽ നടപടി വേണമെന്ന നിർദ്ദേശം നൽകിയതും. ഇപ്പോൾ CBI അന്വേഷണം സിദ്ധാർത്ഥന്റെ മരണത്തിൽ വൈകിയതിൽ 3 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. സസ്പെൻഷനാണ് നടപടി. പ്രാഥമിക നടപടിയാണിത്. വിശദമായ അന്വേഷണം നടക്കും എന്ന വിവരമാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. ഇനി ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു.